കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് കളക്ടർമാരുടെ ബോണസും ഫെസ്റ്റിവൽ അലവൻസും 10,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് അസോസിയേഷൻ. കോഴിക്കോട്ട് നടന്ന സംസ്ഥാന നേതൃയോഗം KPCC സെക്രട്ടറി PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃയോഗം കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് ഭവനിൽ നടന്നു. അടിയന്തര പ്രാധാന്യം നൽകി സൂപ്പർ ന്യൂമററി തസ്തികയും സ്കെയിലും നിർണയിച്ച് സ്ഥിരപ്പെടുത്താൻ ഉത്തരവുകൾ നടപ്പാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. വിരമിച്ചവരുടെ പെൻഷൻ കാര്യത്തിൽ അടിയന്തര തീരുമാനമുണ്ടാക്കുക, പെൻഷൻ മറ്റു ജീവനക്കാരുടേതിന് സമാനമാക്കുക, കുടിശ്ശികയുള്ള ക്ഷേമ പെൻഷൻ ഇൻസെന്റീവ് കാലതാമസം കൂടാതെ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു. യോഗം KPCC സെക്രട്ടറി PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. അത് ഞാൻ ശുദ്ധ മനസ്സോടുകൂടി പറയാണ്, അത് നിങ്ങളോടുള്ള കണ്ണിക്കടിയാണ്, വേറെ ഒന്നുമല്ല. കാരണം അവരെത്രയൊക്കെ വലിയ ഉന്നത സ്ഥാനത്തിരുന്നാലും അവരെ ഒന്നും ജനങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. ജനങ്ങളും ഡെപ്പോസിറ്റേഴ്സും മൈൻഡ് ചെയ്യുന്നത് നിങ്ങളാണെന്നുള്ള ഒരു വലിയ ഒരു തോന്നലാണ് അവർക്ക് ഇത്തരത്തിലുള്ളതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനമാക്കി സഹകരണവരെ മാറ്റിയെടുത്തതിൽ ഈ ഡെപ്പോസിറ്റ് കളക്ടേഴ്സിനുള്ള പങ്ക് ഏറെ വലുതാണ്. അത് ഞാൻ പ്രത്യേകം അടിവരായിട്ട് പറയുകയാണ്. അതുകൂടാതെ നിങ്ങളുടെ സംഘടനയും അതുപോലെ തന്നെ ഏറ്റവും നന്നായി നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാരിലേക്കും അതുപോലെ മാനേജ്മെന്റിലേക്കും എത്തിക്കുവാനും സഹകരണ മേഖലയിലെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യുവാനും കഴിയുന്ന ഒരു വലിയ അത്താണിയായി ഈ സംഘടന. സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് പെരുമണ്ണ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് K ജയന്ത് MLA, V സുധാകരൻ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി VJ ലൂക്കോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ P സുനിൽ, O സരിജ ബാബു, സുരേഷ് ബാബു മണ്ണയാട്, U വിജയപ്രകാശ്, KV വിശാഖ്, അനൂപ് വില്യാപ്പള്ളി തുടങ്ങിയവരും സംസാരിച്ചു. നവംബറിൽ തിരുവനന്തപുരത്ത് വെച്ച് സംസ്ഥാന സമ്മേളനം നടത്താനും തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.